ഓക്കെ, എല്ലാവരും നമ്മുടെ സെഷനിലേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ മാജിക് മോർണിംഗ് എന്ന് ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് നോർമലി പ്രവീണ മാമിന്റെ സെഷൻ ആണ് ഉണ്ടാവാറ്, ബട്ട് ഇന്ന് പുതിയൊരാളാണ് നമുക്ക് സെഷൻ എടുക്കുന്നത്. പ്രൊഫഷണൽ സോഷ്യൽ വർക്കറും അതുപോലെ തന്നെ കൗൺസിലറും ആയിട്ടുള്ള ഫിറോസ് അലി സാറാണ് ഇന്നത്തെ സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. സാറിന്റെ ടോപ്പിക് സ്ട്രെസ് മാനേജ്മെന്റ് ആണ്. അപ്പൊ ഈ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഫിറോസ് അലി സർ, പ്ലീസ് വെൽക്കം. ഓക്കെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എന്നെ ഓഡിബിൾ ആണല്ലോ അല്ലേ? ഓഡിബിൾ ആണ്. ഗുഡ് മോർണിംഗ് സർ. ഓക്കെ, ഗുഡ് മോർണിംഗ്. വളരെ സന്തോഷമുണ്ട്. ഞാൻ ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പായിരിക്കും എനിക്ക് തോന്നുന്നത് ബി മാജിക്കിന്റെ ഒരു മോർണിംഗ് സെഷനിൽ ഇതുപോലെ സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നു. അപ്പൊ അതിനുശേഷം ഇപ്പൊ വീണ്ടും ഈ ഒരു കമ്മ്യൂണിറ്റിയോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനുള്ള അവസരം തന്നതിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സൈഫുവിനോടും അതുപോലെ ഈ കമ്മ്യൂണിറ്റിയിലെ എല്ലാ അംഗങ്ങളോടും ആദ്യമായി എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇന്ന് നമ്മൾ സ്ട്രെസ് മാനേജ്മെന്റ് ആണ്, നമുക്കൊരു അരമണിക്കൂർ സമയമാണ് ഉള്ളത്. അപ്പൊ നമുക്ക് കുറച്ചു നേരം ഒന്ന് സംസാരിക്കാം. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ ഊർജം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാൻ സാധിക്കുന്ന ഒരു വിഭാഗമാണ്. എല്ലാവരും ഉറങ്ങുന്ന ഈ സമയത്ത് ഊർജസ്വലതയോടുകൂടി എണീറ്റ് നിന്ന് അല്ലെങ്കിൽ ഉണർന്ന് ആ ഒരു എനർജി എല്ലാ ദിവസവും ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും അതിന്റെ ഒരു ഗുണവശങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്കും നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തേക്കും അങ്ങനെ ഈ ലോകത്തേക്ക് തന്നെ പകർന്നു നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പൊ അതിന് ഞാൻ ഓർത്തു പോവാണ്, സൈഫുവിനെ വ്യക്തിപരമായിട്ട് വളരെ അടുത്തറിയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു കാലത്ത് ഈ സമയത്ത് ഉറങ്ങിയിരുന്ന ഒരു മനുഷ്യനാണ്. അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി അങ്ങനെ ഉറങ്ങിയിരുന്ന ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ വ്യക്തി ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളുടെ ഉറക്കം കെടുത്തി, അത് നല്ലതിന് വേണ്ടി അവരെ ഉറക്കം കെടുത്തി അവരിലേക്കൊക്കെ ആ ഒരു പോസിറ്റീവ് എനർജി ജനറേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം മാത്രം എണീറ്റ് നിന്ന് അദ്ദേഹത്തിന് മാത്രം വേണമെങ്കിൽ ആ ഊർജവും ആ ഒരു ഉത്സാഹവും ആ ഒരു നേട്ടവും ഒക്കെ കൈവരിക്കാമായിരുന്നുവെങ്കിൽ അതോടൊപ്പം തന്നെ ചുറ്റുപാടുള്ള സമാന മനസ്കരായ അല്ലെങ്കിൽ അതിൽ താല്പര്യമുള്ള ആളുകളെയൊക്കെ ഉറക്കം കെടുത്തി ഇന്ന് എൻ്റെ അടക്കം ഉറക്കം എന്താ പറയാ നല്ലതിന് വേണ്ടി മാറ്റിവെച്ച അല്ലെങ്കിൽ അതിലേക്ക് നയിച്ച സൈഫുവിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓരോ വളർച്ചയ്ക്കും ഓരോ പടവുകളുടെ മുന്നോട്ടുള്ള കുതിപ്പുകളും അടുത്തു നിന്ന് കാണുന്ന ഒരാൾ എന്ന നിലക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ അദ്ദേഹത്തോടൊപ്പം തന്നെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും നിങ്ങളുടെ തൊഴിൽ മേഖലകളിലൊക്കെ നിങ്ങളും ശോഭിക്കുന്നുണ്ടായിരിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ ഞാൻ വലിയൊരു മുഖവരിലേക്ക് പോകുന്നില്ല. സ്ട്രെസ് മാനേജ്മെന്റിലേക്ക് നമ്മൾ എത്തുമെന്നറിയില്ല, നമുക്കിങ്ങനെ സംസാരിക്കാം. ഞാനൊന്ന് എന്നെ ഔദ്യോഗികമായിട്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഫിറോസ് അലി എന്നാണ്. മഞ്ചേരിക്കടുത്ത് ആമയൂരാണ് എൻ്റെ സ്വദേശം. ഞാനിപ്പോൾ സംസാരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ഞാനിവിടെ ജോലി ചെയ്യുന്ന തൃശ്ശൂർ ജില്ലാ ലേബർ ഓഫീസിലാണ്. ബേസിക്കലി ഞാനൊരു കൗൺസിലറും പ്രൊഫഷണൽ സോഷ്യൽ വർക്കറുമാണ്. അപ്പൊ ഇന്ന് നമുക്ക് സ്ട്രെസ് മാനേജ്മെന്റിലേക്ക് പോകുന്നതിന്റെ മുമ്പ് ഇവിടെ ഇപ്പൊ സന്നിഹിതരായിട്ടുള്ള അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിട്ടുള്ള ആളുകളോട് എനിക്ക് ചെയ്തു തരേണ്ട ഒരു കാര്യം, ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നതിന്റെ മുമ്പ് നിങ്ങൾ ഈ ബി മാജിക് കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഒരു ജീവിതം ഉണ്ടായി, വ്യക്തി ജീവിതമാണെങ്കിലും നിങ്ങളുടെ തൊഴിൽ മേഖലയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ജീവിതമാണെങ്കിലും അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ സാമൂഹിക ജീവിതമാണെങ്കിലും ആ ജീവിതം ബി മാജിക് കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പും വന്നതിന് ശേഷവും വന്നതിന് ശേഷം നിങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ അത് എല്ലാവരും മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള എല്ലാവരും ഒന്ന് ടെക്സ്റ്റ് ചെയ്യാം. ഞാനതൊന്ന് കാണട്ടെ, ഒന്ന് ടെക്സ്റ്റ് ചെയ്യാം. അത് കണ്ടതിന് ശേഷം നമ്മുടെ ഇതിലേക്ക് പോകാം.
എന്താണ് മാജിക് മോർണിംഗ്. ഓക്കെ മോൻ എന്തോ ഒരു നല്ല മാറ്റം തന്നെ വേണം പറയാന്. കാരണം നമ്മളെ ഡെയിലി ഹാബിറ്റിലുണ്ടായ ഒരുപാട് വ്യത്യാസങ്ങള് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഇതാണ് ബി മാജിക്കിൽ വന്നതിന് ശേഷം. പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള ഓരോരോ മാറ്റങ്ങളും പറയുകയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. കാരണം അത്രയും മാറ്റങ്ങളാണ് നമ്മളെ ജീവിതത്തിൽ വന്നിട്ടുള്ളത്. നമുക്ക് ഇപ്പതില് വിട്ടതുപോലെ മെസ്സേജ് അയച്ച പോലെ ആത്മവിശ്വാസം കൂടി. എന്തൊരു പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെ നല്ല രീതിയിൽ അതിനെ മറികടക്കാൻ ഓവർകം ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പോയിന്റ്. നമുക്ക് നെഗറ്റീവ് പറഞ്ഞിരിക്കാനുള്ള ഒരു സമയമില്ല. എപ്പോഴും നമ്മൾക്ക് പോസിറ്റീവ് തോട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ ഇതിൽ വന്നതിന് ശേഷം ഉണ്ടായി. പിന്നെ അതല്ല, നമ്മളോട് ആര് സംസാരിക്കുമ്പോഴും ആ സംസാരിക്കുന്ന ഒരാൾക്ക് ഒരു പോസിറ്റീവ് വൈബ് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അതും ഇതിന്റെ വലിയൊരു ഘടകമാണ്. ആര് സംസാരിക്കും, ആ ടീച്ചറോട് സംസാരിക്കുമ്പോ ഞങ്ങൾക്കൊരു പോസിറ്റീവ് വൈബാണല്ലോ എന്ന് പറയാൻ, അത് കേൾക്കുമ്പോ ഉണ്ടാകുന്ന ഒരു സുഖം, അതിന്റെ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കണ മുഴുവൻ ബി മാജിക്കിനാണ്. വെരി ഗുഡ് ഓക്കെ സാറേ. ഓക്കെ വളരെ സന്തോഷം. ഒരുപാട് ആളുകൾ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. പല ആളുകളുടെയും മാനസിക സന്തോഷം വർദ്ധിച്ചിട്ടുണ്ട്, സെൽഫ് കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട്, ഹാപ്പിനെസ്സും പീസും അല്ലെ. പീസ് ആണല്ലോ ഏറ്റവും വലിയ ഒരു ഘടകം നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് സമാധാനം എന്ന് പറയുന്നത് കാശ് കൊടുത്താലും വാങ്ങാൻ കിട്ടാത്തൊരു സാധനമാണ്. പോസിറ്റീവായി എനർജറ്റിക് ആയി എന്നൊക്കെ പറയുന്നു. വളരെ സന്തോഷം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ബി മാജിക്കിൽ ഷൈമിന പറഞ്ഞേക്കുന്നു അല്ലെ. നമ്മെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന ആളുകൾ ഒരു പക്ഷെ നമ്മളെ തന്നെ വെറുത്തിരുന്ന ആളുകൾ, അങ്ങനത്തെ ഒരു കാലം നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതിനൊരു മാറ്റം വരികയും സെൽഫ് ലവ്, സ്വന്തത്തെ സ്നേഹിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. പറഞ്ഞാൽ തീരില്ല എന്നൊക്കെ പറയുന്നു. ചില ആളുകൾക്ക് ക്ഷമ വർദ്ധിച്ചിട്ടുണ്ട്, പേഷ്യൻസ് കൂടിയിട്ടുണ്ട്. ഒരുപാട് നെഗറ്റീവ്സിനെ മാറ്റി നിർത്താൻ കഴിഞ്ഞു. സെൽഫ് കോൺഫിഡൻസും ഡിസിപ്ലിനും സമാധാനവും ഒക്കെ നിറഞ്ഞ മനസ്സിന്റെ ഉടമകളായി തീരാൻ നിങ്ങളെ ഈ ബി മാജിക് കമ്മ്യൂണിറ്റി സഹായിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിൽ അതിയായ സന്തോഷം. അപ്പം ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും തന്നെ മനോധൈര്യം കൂടി, ആത്മവിശ്വാസം കൂടി എന്നൊക്കെ പറയുന്നു. വളരെ സന്തോഷം. അപ്പൊ എല്ലാവർക്കും ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇന്ന് നിങ്ങളുടെ കുറച്ച് സമയത്തേക്കുള്ള അതിഥിയായി എത്തിയ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വെളിച്ചം നിങ്ങളിലേക്ക് തെളിയിച്ചു തന്ന പ്രിയപ്പെട്ട സുഹൃത്ത് സൈഫുവിന് പ്രത്യേകം നന്ദിയും അഭിനന്ദനവും ഈ സമയത്ത് രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. എന്നൊന്ന് പോസ്റ്റ് അഡ്മിൻ ഒന്ന് ശ്രദ്ധിക്കുക, എന്നൊന്ന് എനേബിൾ ആക്കി തരണേ. സർ ആക്കിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഞാൻ ഈ സംസാരിക്കുന്നില്ല, ലാപ്പിലാണ് വ്യത്യാസം ഉണ്ടാവും. ഇത് ലാപ്പിലാണ് എനിക്ക് ഷെയർ ചെയ്യേണ്ടത്, അതായിട്ടില്ല. പേര് കൊടുത്തിരിക്കുന്നത് എന്താ? സംസാരിക്കുന്നതാണോ അല്ലെ? ഇല്ല, അത് മ്യൂട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് ഹോസ്റ്റ് ചെയ്യാം. അത് നിങ്ങൾ തന്നെ ഹോസ്റ്റ് ആക്കിയാൽ മതി. ഇപ്പൊ നിങ്ങളാണ് ഹോസ്റ്റ്. എനിക്ക് എന്നെ തന്നെ ആക്കാലോ അല്ലെ? ഹോസ്റ്റ് ആക്കാൻ പറ്റും. ഒരു മിനിറ്റ്. പറ്റുന്നില്ലെങ്കിൽ ഞാനൊന്ന് ലീവ് ചെയ്തിട്ട് ചെയ്യാം. സാർ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. ഞാൻ ലീവ് ചെയ്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് തിരിച്ച് ചെയ്യണോ?
സാർ ഹലോ ഫിറോസ് സർ. സാർ ഇപ്പോൾ റെഡിയാണ്, ഞാൻ ആക്കിയിട്ടുണ്ട്. ഹലോ ഹലോ ഫിറോസ് സർ കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഫിറോസ് സാർ ഒന്ന് ആക്റ്റീവ് ആവുന്നവരും അപ്പം ബാക്കിയുള്ളവരൊക്കെ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവരൊക്കെ വീഡിയോ ഓൺ ചെയ്ത് തന്നെ ഇരിക്കുക കേട്ടോ. പറ്റുന്നവര് ഓൺ ചെയ്തിരിക്കുക, നിർബന്ധിക്കുന്നില്ല. ഫിറോസ് സർ. ഓക്കെ, ഇത് വരുന്നു. ഓക്കെ, എന്റെ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ അല്ലേ? കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇപ്പൊ നമ്മള് സ്ട്രെസ്സിലേക്ക് വരാം. നമ്മുടെ ടോപ്പിക് ആയതുകൊണ്ട് അതിലൂടെ നമുക്ക് സംസാരിച്ചു പോവാം. സാധാരണ നമുക്ക് സ്ട്രെസ്സിനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. വളരെ ഡെപ്ത് ആയിട്ട് അതിലേക്ക് പോകുന്നില്ല ഞാൻ. സ്ട്രെസ് അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു പിരിമുറുക്കം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്ന സാധനം, അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം എന്നൊക്കെ വിളിക്കുന്ന ഇത് നമുക്ക് ഉണ്ടാവുന്നത് ഒന്നുകിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾക്ക് അതിയായ ഉത്കണ്ഠ ഉണ്ടാവുന്ന സമയത്ത്, ആങ്സൈറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാവുന്ന സമയത്ത്. ഇത് സംഭവിക്കുന്നത് നമ്മുടെ മനസ്സിനാണെങ്കിലും അതിന്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്ന, അതിന്റെ ഒരു ഇഫക്റ്റ് ഉണ്ടാവുന്നത് നമ്മുടെ ശരീരത്തിലായിരിക്കും. അതാണ് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. മനസ്സിനുണ്ടാവുന്നതോടൊപ്പം തന്നെ ശരീരത്തിനും അതിന്റെ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലും അതിന്റെ ഫീലിംഗ് അല്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് നമുക്ക് വരുന്നു. ഏതൊക്കെ തരത്തിൽ? ഫസ്റ്റ് തന്നെ വരുന്നത്, ആദ്യം തന്നെ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസിൽ ഒന്ന് ടെൻസ്ഡ് ആവും. അതുപോലെ നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി, നമ്മുടെ ശ്വാസം എടുക്കുന്നതും ഇൻഹെയിലും എക്സെയിലും, ഇപ്പൊ നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ആണ് നമ്മൾ നമ്മുടെ ബ്രീത്തിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ. ചില സമയത്തെങ്കിലും നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്തോ ജോലി സ്ഥലത്തിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് സംസാരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ അറിയാണ്ട് സാധാരണ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് നെടുവീർപ്പിടുക. ഇങ്ങനെ നമ്മൾ അങ്ങ് ശ്വാസം വലിച്ചു വിടുന്നത് കാണുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ആള് നമ്മൾ ചോദിക്കും, അത് എന്താടി, അല്ലെങ്കിൽ എന്താണ് നിനക്ക് പറ്റിയത്, ഇങ്ങനെ ശ്വാസം വിടുന്നത് എന്താ?
അപ്പോഴായിരിക്കും നമ്മൾ പോലും ചിന്തിക്കുന്നത് എനിക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു മൊമെന്റിൽ നമ്മൾ ചിന്തിച്ച കാര്യം എന്തെങ്കിലും വിഷമത്തിലൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ആങ്സൈറ്റി നമുക്ക് ഉണ്ടാവുമ്പോഴാണ് നമ്മൾ അത്തരത്തിലുള്ള ഒരു ബ്രീത്തിങ് നടത്തുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്ട്രെസ് വരുമ്പോൾ ആദ്യം ബാധിക്കുന്നത് നമ്മുടെ മസിൽ ടൈറ്റ് ആവുകയും ടെൻസ് ആവുകയും, അതുപോലെ ശ്വാസം എടുക്കുന്നതിൽ നമ്മൾ അറിയാൻ തുടങ്ങും. ഈ പറഞ്ഞ പോലെ നെടുവീർപ്പ് വരിക, അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ പ്രയാസം വരിക, നെഞ്ഞിലൊരു കെട്ട് വരിക എന്നൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള അനുഭവം സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബോഡിയിലാണ് ഇതൊക്കെ വരുന്നത്. മറ്റൊരു സാധനം നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ടാവുന്ന വേദനകളാണ്. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ശാരീരികമായിട്ടുള്ള റെസ്പോൺസ് ആണ് ഇതിനാദ്യമായിട്ട് വരുന്നത്. ഇത് എപ്പോഴാണ് നമുക്ക് സ്ട്രെസ് വരുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബ്രെയിന്, നമ്മുടെ തലച്ചോറിന് ഒരു ത്രെട്ട് അല്ലെങ്കിൽ ഒരു ഡെഡ് ലൈൻ, എന്തെങ്കിലും നമ്മുടെ മുന്നിൽ ഒരു വെല്ലുവിളി, എന്തെങ്കിലും ഒരു പ്രശ്നം ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടാവും. അത് വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പ്രയാസാവും, അല്ലെങ്കിൽ എന്തെങ്കിലും വരാൻ പോകുന്ന എന്തെങ്കിലും നമ്മളുടെ ഒരു പരീക്ഷകളാവാം. അതാണ് ഡെഡ് ലൈൻ എന്ന് പറയുന്നത്. ഒരു ഡേറ്റ് നമ്മളോട് അടുക്കുമ്പോൾ, അതൊരു പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുന്നതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ അന്നേരം നേരിടേണ്ട ഒരു കാര്യമാവാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും നമ്മൾ ആരോടെങ്കിലും പൈസ കടം വാങ്ങിയിട്ട് അത് കൊടുക്കേണ്ട ഡേറ്റ് അടുത്ത് വരുമ്പോൾ നമ്മുടെ അടുത്ത് പൈസ ഇല്ലെങ്കിൽ, ഇങ്ങനെ ഡെഡ് ലൈനുകളോ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും വെല്ലുവിളികളോ പ്രശ്നങ്ങളോ വരുമ്പോൾ നമ്മുടെ തലച്ചോറിൽ നിന്ന് വരുന്ന ഒരു മെസ്സേജിന്റെ ഭാഗമായിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിക്കൊണ്ടാണ് നമ്മുടെ ഈ പറഞ്ഞ റെസ്പോൺസുകളൊക്കെ ശരീരത്തിൽ ഉണ്ടാവുന്നത്. അപ്പൊ ചെറിയ ചെറിയ പ്രവൃത്തി കൊണ്ട്, ആക്ടിവിറ്റി കൊണ്ട് നമുക്ക് ഇതിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സാധാരണ നന്നായിട്ട് മേലനങ്ങി ജോലി ചെയ്യുന്ന ആളുകൾ ഒരുപക്ഷെ ഇതിലുണ്ടാവും. നന്നായിട്ട് എന്താ പറയാ, ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക മായിട്ടുള്ള എനർജി കളഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എനർജി എടുത്തുകൊണ്ട്, എഫേർട്ട് എടുത്തുകൊണ്ട് ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അവരുടെ നിരന്തരം ഇപ്പൊ നമ്മൾ ഏറ്റവും സാധാരണ ഇതിൽ പറയുന്ന ഒരു കൂലിവേല ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ആള് രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം, അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ഇറങ്ങിയിട്ട് ഉച്ച വരെയാണ് ആളെ ജോലി എന്ന് വെച്ചാൽ, ആളെ സംബന്ധിച്ചിടത്തോളം സ്ട്രെസ് റിലീസ് ചെയ്യാൻ വേണ്ടത് കുറച്ച് നേരം വിശ്രമിക്കുക എന്നതാണ്. ശരീരം ഒന്ന് അനങ്ങി എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്യാനുള്ളത്. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഭൂരിഭാഗം ആളുകളും തന്നെ നമ്മൾ ഫുൾ ടൈം മൊബൈലിലോ അല്ലെങ്കിൽ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ ഫയലുകൾ നോക്കുന്ന ആളാവാൻ, അല്ലെങ്കിൽ റൂമിൽ ഇരുന്നിട്ട് മേല് വല്ലാണ്ട് അനങ്ങാതെ ജോലി ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഭൂരിഭാഗം ഇവിടെ ഇരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടത് ശരീരത്തിന്റെ മൂവ്മെന്റ് ആണ്. ബോഡി മൂവ് ചെയ്തുകൊണ്ട്, ശരീരം ചലിപ്പിച്ചുകൊണ്ടാണ് നമുക്ക് സ്ട്രെസ് റിലീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ സ്ട്രെസ് വളരെ പെട്ടെന്ന്, സ്ട്രെസ് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്ട്രെസ് പെട്ടെന്ന് റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ട്, ഒരു വീഡിയോ ഉണ്ട്. അത് ഞാൻ ഒന്ന് പ്ലേ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതിന് കൂടെ ഒന്ന് ചെയ്യുക. വെറും ഒരു 3 മിനിറ്റിൽ താഴെ ടൈം ഉണ്ടാവും. എന്നിട്ട് നമ്മൾ സെഷനിലേക്ക് നമുക്ക് തിരിച്ചു വരാം.
ഓക്കെ, Stress കാണുന്നുണ്ടല്ലേ? in around 3 minutes. Okay, so quick reminder, stress is the aspect of anxiety that we feel in our body. Worry is all about thoughts, but stress is about how our muscles get tense or our breathing gets tight. Stress makes you ache or it makes your hands sweat, right? Stress is that physiological response to perceived danger. So when your brain perceives a threat, whether it's a tiger or an upcoming deadline, your brain's going to trigger that fight, flight, freeze response. But we can train our mind and our body to be calm by doing little activities that regulate the nervous system. And it's best if we do these frequently throughout the day. So for people who work in manual labor jobs, stress reduction may look like resting on the couch. But for people who spend a lot of their day frozen at their computer, reducing stress is probably going to be most effective if we incorporate movement. So here goes. First thing I want you to do is to start by rating your degree of physical tightness on a scale from 0 to 10. And now take a big, deep breath. Now bring your shoulders up and down. And keep breathing. Now gently tilt your head forward and back, side to side. Now, I want you to start shaking your arm like this. That's pretty classy looking. Ooh, yeah. Get that jiggle in, okay? Now start shaking out your other arm. Just let it get really floppy and just shake it out. This is something you can do at your desk at work or whatever, you know? Okay, now I want you to stand up and shake your leg out, right? Just get it really jiggly. Shake your leg out. Get your other leg. Shake your leg out. Just kind of jiggle that leg around. You may feel a little ridiculous. That's okay. Laugh at yourself if you want. Okay, now I just want you to straighten yourself up. Feel your feet on the floor. Don't forget to breathe. Hold your head up straight. Feel your legs pressing into the ground. Let yourself smile just a little bit. And now just do a little gentle forward fold. Let your arms dangle. Stand up straight. And then I want you to rate your tightness again on the same scale from 0 to 10. Did your degree of tension go down? ഓക്കെ, ഓഡിബിൾ അല്ലേ? ഞാൻ കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ സ്ട്രെസ്, ഇപ്പൊ സ്ട്രെസ് ഇല്ലാത്തവരെ സംബന്ധിച്ച് ഇത് നമുക്ക് അത്ര എഫക്റ്റീവ് ആയില്ലെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സമയത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത്, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമുക്ക് സ്ട്രെസ് വരുമ്പോൾ ഫിസിയോളജിക്കൽ റെസ്പോൺസ് ആയിട്ട് ആദ്യം സംഭവിക്കുന്നത് നമ്മുടെ ബ്രെയിനിൽ നിന്നും മെസ്സേജ് വന്നുകൊണ്ട് നമ്മുടെ മസിലുകളെല്ലാം ഭയങ്കരമായിട്ട് മുറുകുകയും അതുപോലെ ശ്വാസം എടുക്കുന്നതിൽ പ്രയാസം അനുഭവിക്കുകയും ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അത് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിലുള്ള ചെറിയ നമ്മുടെ എല്ലാ ജോയിന്റുകളും അതുപോലെ ശ്വാസം എടുക്കുന്നതൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യുമ്പോൾ, അവിടെ ചെറിയ എക്സസൈസ് കൊടുക്കുമ്പോൾ, നമ്മുടെ ശരീരത്തിന് ചെറിയ മൂവ്മെന്റ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ച് നമ്മുടെ ബ്രെയിനിലേക്ക്, നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് മെസ്സേജ് പോവുകയും അതിനൊന്ന് റിലാക്സ് ചെയ്യാനും അതുവഴി നമ്മളുടെ ശരീരത്തിൽ സ്ട്രെസ് മൂലമുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ ആ ഒരു സമ്മർദ്ദം കുറക്കാൻ ഇത് സഹായിക്കും. ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക.
നമ്മുടെ ജോയിന്റുകൾ എല്ലാം കൃത്യമായിട്ട് വളരെ കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. ഓക്കെ, എന്റെ സ്ക്രീന് കാണുന്നുണ്ടോ ഇപ്പൊ? ഇല്ല, പഴയ സ്ക്രീനാണ്. ഒന്ന് മാറ്റിയിട്ട് ആ പ്രസന്റേഷൻ ആക്കിയ വീഡിയോ ഉണ്ട്. ഇതൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫോണൊന്നും ആയിരിക്കൂലേ, വൈഫൈ കണക്റ്റഡ് ലാപ്പിലേക്ക്? അതാണ്. അതെ അതെ. ഓക്കെ, അപ്പൊ അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇറങ്ങിക്കൊണ്ടിരിക്കണം, ഞാനത് സമയം കളയുന്നില്ല. ഓക്കെ. അപ്പൊ ഇതില് നമ്മള് സ്ട്രെസ്സേഴ്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നത് നമ്മള് വിശാലമായിട്ട് പറയുകയാണെങ്കിൽ 2 സാധനങ്ങൾ. നമ്മുടെ ചുറ്റുപാടുള്ള എന്ത് ഇൻസിഡന്റുകൾ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ചുറ്റുപാടുണ്ടാവുന്ന എന്ത് ഇൻസിഡന്റുകളും ഒരു പ്രവർത്തനക്ഷമമായിട്ടുള്ള തലച്ചോറുള്ള എല്ലാവരെയും ബാധിക്കും. ചുറ്റുപാടുള്ള കാര്യങ്ങൾ, ഇപ്പോ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മരണം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം, ഒരു പരീക്ഷയിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ പരാജയപ്പെടുക, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മളോട് വളരെ മോശമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്തതിന് വിരുദ്ധമായി നമ്മൾ ചതിക്കുക, ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രവർത്തനക്ഷമമായിട്ടുള്ള തലച്ചോറുള്ള വ്യക്തികളെ ചുറ്റുപാട് സംഭവിക്കുന്ന, കുടുംബത്തിൽ സംഭവിക്കുന്ന, ജോലി സ്ഥലത്ത് സംഭവിക്കുന്ന, സാമൂഹിക തലത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ബാധിക്കും. അതെന്നെ ബാധിക്കുന്നുണ്ട് എന്നും അത് വളരെ ആരോഗ്യപരമായിട്ട് അതിനെ നേരിടാനും അതിനെ ഡിസ്പോസ് ചെയ്യാനും സാധിക്കുക എന്നുള്ളതാണ് അതിന്റെ ആരോഗ്യപരമായിട്ട് അതിനെ നേരിടുന്ന രീതി. അല്ലാതെ ഇതൊന്നും എന്നെ ബാധിക്കില്ല, ആകാശം പൊട്ടി വീണാൽ എന്നെ ബാധിക്കില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. തീർച്ചയായിട്ടും ഒരു ഫങ്ഷണൽ ബ്രെയിനുള്ള ആളുകളെ ഇതൊക്കെ ബാധിക്കും. അപ്പൊ 2 തരത്തിലാണ് അത്തരം ഇൻസിഡന്റുകൾ ഉണ്ടാവുന്നത്. ഒന്നെന്ന് പറയുന്നത് റിയാലിറ്റിയാണ്. യഥാർത്ഥത്തിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു മരണം, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പരാജയം, അല്ലെങ്കിൽ ഒരു പരീക്ഷയിലെ തോൽവി, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗം, ഇങ്ങനെ പല കാര്യങ്ങളാണ്. പലരുടെയും ബാധിക്കുന്നത് പല വ്യത്യസ്തമായ കാര്യങ്ങളാവാം. അപ്പൊ ഇത് റിയാലിറ്റിയാണ്. എന്നാൽ നമ്മുടെയൊക്കെ സ്ട്രെസ്സിന്റെ നല്ലൊരു ഭൂരിഭാഗം കാര്യങ്ങളും ഇമാജിനറി ലെവലിൽ നിന്ന് സംഭവിക്കുന്ന നമ്മളുടെ മൈൻഡിന്റെ ഒരു പ്രത്യേകതയുണ്ട്. മൈൻഡ് എന്ന് പറയുന്നത് വണ്ടറിങ് വൺ ആണ്, അലഞ്ഞു തിരിയുന്ന ഒരു പ്രത്യേകതയുള്ള സ്വഭാവമുള്ള ഒരു പ്രതിഭാസമാണ് നമ്മുടെ മൈൻഡ്. അപ്പം കഴിഞ്ഞ കാലത്തേക്ക് പോവുകയും അലഞ്ഞു തിരിയുക എന്ന് മാത്രമല്ല, അവിടെ നിന്ന് എന്തെങ്കിലും നമുക്ക് വിഷമമുണ്ടാക്കിയിട്ടുള്ള ഒരു ഇൻസിഡന്റ് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇവിടെ ഇങ്ങനെ എന്താ പറയുക കൊളുത്തി വെക്കുകയും അതിനെക്കുറിച്ച് സ്റ്റോറി ഉണ്ടാക്കുകയും അതിങ്ങനെ തൂക്കിയിട്ടിട്ട് നമ്മുടെ മൈൻഡിൽ തൂക്കിയിട്ടിട്ട് അതിനെക്കുറിച്ച് പുതിയ കഥകൾ ഉണ്ടാക്കി അതിൽ വിഷമിക്കുകയും അതിൽ ആശങ്ക ഉണ്ടാകും, പ്രയാസം ഉണ്ടാവുകയും അതുമൂലമാണ് ഭൂരിഭാഗം സ്ട്രെസ്സുകളുടെയും, നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി, ആ ഇൻസിഡന്റ് കഴിഞ്ഞു പോയിട്ടുണ്ടാവും, എന്നിട്ടും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് നമ്മൾ വരുത്തി വെക്കുന്ന സ്ട്രെസ്സുകളുണ്ട്. അതാണ് ഇമാജിനറി എന്നത്, സാങ്കല്പിക ലോകത്ത് നമ്മൾ ഉണ്ടാക്കുക. അപ്പൊ അതാണ് നമ്മളുടെയൊക്കെ, നമ്മൾ ഓരോരുത്തരൊന്ന് സ്വന്തത്തിലേക്ക് നോക്കിയാൽ മതി. അപ്പൊ ഈ ഇമാജിനറി സ്ട്രെസ്സുകൾക്ക് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനേജ്മെന്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന സാധനമാണ് മൈൻഡ്ഫുൾനെസ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, നമ്മൾ പ്രസന്റിൽ ജീവിക്കുക എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. സ്ലൈഡ് ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിലേക്ക് എന്താ പറയുക, നമ്മുടെ സമയം ഏകദേശം ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ സ്ലൈഡ് നോക്കി നിൽക്കുന്നില്ല, നമ്മുടെ ഉദ്ദേശ കാര്യങ്ങൾ. അപ്പൊ അതുപോലെ ഇപ്പൊ നമ്മൾ പറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഓരോ ഇൻസിഡന്റിനും നമ്മൾ സ്ട്രെസ്സിനോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് 3 തരത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് ഫൈറ്റ് ആണ്. നമ്മൾ അതിനോട് ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പെട്ടെന്ന് നമ്മളിപ്പോ രാവിലെ എവിടെയും പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ ഒരു നായ നമ്മുടെ പിന്നാലെ കൂടി കഴിഞ്ഞാൽ നമുക്ക് അപകടം തോന്നുമ്പോൾ 3 തരത്തിലാണ് നമ്മൾ പെരുമാറുക. ഒന്ന് ഫൈറ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യാം, നായയെ പേടിപ്പിക്കുന്നു, കല്ലെടുത്തിട്ടോ വടിയെടുത്തിട്ടോ അല്ലെങ്കിൽ സൗണ്ട് ഉണ്ടാക്കിയിട്ടോ ഒക്കെ നായയെ പേടിപ്പിക്കുന്നു. അത് നമ്മൾ ആ ഒരു സാഹചര്യത്തിനോട് ഫൈറ്റ് ചെയ്യണം. മറ്റൊന്ന് ഫ്ലൈറ്റ് ആണ്. നമ്മൾ ഓടി ഒളിക്കുകയാണ്, അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുകയാണ്. മൂന്നാമത്തത് ഫ്രീസ് ആണ്. നിങ്ങൾക്ക് അവിടെ ഉണ്ടല്ലോ, എന്താണ് ഫ്രീസ് എന്ന് പറയുന്ന, ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? ഒരു നായ നമ്മളെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ആക്രമിക്കാൻ വരിക എന്ന് തോന്നി, ആ സമയത്ത് നമ്മൾ ഫ്രീസ് ആയിപ്പോയി, അതെങ്ങനെ ഇരിക്കും? ഫൈറ്റ് എന്താന്ന് ശരീരം അനക്കാൻ പറ്റാതെ നമ്മള് അവിടെ മരവിച്ച് നിന്ന് പോയില്ലേ. അപ്പൊ നായ ഉദ്ദേശിച്ചതൊക്കെ നടക്കും.
ഇങ്ങനെയാണ് നമ്മൾ ഒന്ന് ആലോചിച്ചാൽ മതി നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളോട്, പ്രതിസന്ധികളോട്, ഇവന്റുകളോട് ഈ 3 തരത്തിലായിരിക്കും നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ ഫ്രീസ് ആയി കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ് അല്ലെ? ഫ്രീസ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ പിന്നെ ഒന്നിനോട് ചുറ്റുപാടിനോട് തന്നെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ റെസ്പോണ്ട് ആവാത്ത തരത്തിലേക്ക് നമ്മൾ ചിലതിനോട് അത് ഓരോ സാഹചര്യവും ഈവന്റും അനുസരിച്ച് നിൽക്കും. നമുക്ക് ആദ്യത്തെ 2 രീതികളാണ് നമുക്ക് എപ്പോഴും നല്ലത്. ചിലതിനോട് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടി വരും. ചില സമയത്ത് നമുക്ക് നല്ലത് അവിടുന്ന് ഫ്ലൈറ്റ് ചെയ്യുന്നതായിരിക്കും അല്ലെ? നമ്മുടെ ജീവനും നമ്മുടെ സമാധാനപൂർവമായ ജീവിതത്തിനൊക്കെ ചിലപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് ചെയ്യണം. അത് സാഹചര്യവും ഇവന്റും അനുസരിച്ച് നിൽക്കും. പിന്നെ നമുക്ക് എപ്പോഴാണ് സ്ട്രെസ് ഉണ്ടാവുന്നത് നമ്മൾ മനസ്സിലാക്കണം. 2 സാധനങ്ങളുണ്ട്. ഒന്ന് പ്രഷറാണ്, മറ്റൊന്ന് റിസോഴ്സാണ്. അത് പെട്ടെന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം. ഇപ്പൊ നിങ്ങളൊരു എക്സാമിന് അല്ലെങ്കിൽ ഒരു പരീക്ഷയെ നിങ്ങൾ നേരിടാൻ പോവാ. നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം റിസോഴ്സ് ഉണ്ട്, നിങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എത്രത്തോളം പഠിച്ച് കാര്യങ്ങൾ അതിന് വേണ്ട നോളജ് നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് റിസോഴ്സ് ഉണ്ട്. ആ പരീക്ഷയ്ക്ക് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സമ്മർദ്ദം ഉണ്ടാവും. അത് അല്ലെങ്കിൽ ഒരു PSC ആണെങ്കിൽ ഇപ്പൊ എന്റെ അവസാനത്തെ അറ്റംപ്റ്റ് ആണ്, ഇനി ഏജ് ഓവർ ആവാൻ പോവാണ്, അല്ലെങ്കിൽ എനിക്ക് ഇപ്പം ജോലി വളരെ വളരെ അത്യാവശ്യമാണ്. അപ്പൊ ആ പ്രഷർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു കുടുംബമുണ്ട്, ആ ബാധ്യത. അപ്പൊ ഇങ്ങനെ പ്രഷർ കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ സപ്പോസ് നമ്മൾ അതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന പണി, വർക്ക്, അല്ലെങ്കിൽ നമ്മൾ അതിനെടുത്തേക്കുന്ന എഫേർട്ട്, റിസോഴ്സ് നമുക്ക് കുറവാണെങ്കിൽ, പ്രഷർ കൂടുകയും ചെയ്യുമ്പോൾ, റിസോഴ്സ് കുറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ സ്ട്രെസ് ചിലപ്പം മീഡിയം ലെവലിലേക്കോ അല്ലെങ്കിൽ ഹൈ ലെവലിലേക്കോ വളരെ എക്സ്ട്രീമിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ റിസോഴ്സ് കൂട്ടുക. ഇപ്പൊ പരീക്ഷ എന്ന് പറഞ്ഞാൽ എന്ത് കാര്യമാണെങ്കിലും റിസോഴ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളൊരു വീട് വെക്കാൻ പോവാ, അതിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വീട് പണി തുടങ്ങുമ്പോൾ സ്ട്രെസ് ഉണ്ടാവും. അത് മെയിൻലി ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻറ്റും ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. നമ്മളെടുത്ത് നന്നായിട്ട് നമ്മൾ ആദ്യമായി പണമൊക്കെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ നീഡ്സ് ആണ് നമ്മുടെ അടുത്ത പ്രഷർ. ഓരോ മെറ്റീരിയൽസും മറ്റു സാധനങ്ങളും വാങ്ങിക്കാനുള്ള നീഡ്സ് സമയാസമയങ്ങളിൽ, അതാണ് നമ്മുടെ പ്രഷർ. ഒരു സമയം ഉണ്ടാവും, ചിലപ്പോൾ നമ്മൾ ഇത്ര സമയത്തിനുള്ളിൽ വീട് മാറിപ്പോണം, ഇതൊക്കെ നമ്മുടെ പ്രഷറിൽ വരുന്നതാണ്. അപ്പൊ ആ പ്രഷറിനെ നമുക്ക് നേരിടാൻ നമ്മളെടുത്ത് അതിനുള്ള കൃത്യമായ പ്ലാനിങ്ങും നമ്മളെടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ആയിട്ടുള്ള പണവും ഒക്കെ നമ്മളെടുത്ത് ഉണ്ടെങ്കിൽ, നമ്മളുടെ റിസോഴ്സ് അവിടെ നന്നായിട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ സ്ട്രെസ് കുറയും. ഇതാണ് നമ്മൾ ജീവിതത്തിൽ സ്ട്രെസ്സുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്, ഇത് ഇപ്പം നമ്മളൊരു അക്കാദമിക്കലായിട്ട് അല്ലെങ്കിൽ കൂടുതൽ പറയാനുള്ള ഒരു സമയം നമുക്കില്ല. ബേസിക് ആയിട്ട് ഒരു എങ്ങനെയാണ് സ്ട്രെസ് വരുന്നത്, അതിനെ നമുക്ക് മാനേജ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. നമുക്ക് ഒന്ന് ഇതാണ്, നമ്മൾ ഇത്തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും, കുറക്കാൻ പറ്റും. മറ്റൊരു സാധനം ഈ പറഞ്ഞ പോലെ നമ്മൾ ബ്രീത്തിങ് ആയിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ടുകൊണ്ട്, ഇപ്പൊ നേരത്തെ നിങ്ങൾ മെഡിറ്റേഷനിലൊക്കെ ചെയ്ത പോലെ ഡീപ്പ് ഇൻഹെയിൽ എക്സെയിൽ ചെയ്യുക. ബ്രീത്ത് എടുക്കുമ്പോൾ നമ്മുടെ അടിവയറ്റിൽ നിന്ന് എടുക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ലങ്സിൽ റെസിഡ്യൂവൽ എയർ ഉണ്ടാവും, പഴയ കെട്ടിക്കിടക്കുന്ന എയർ, അതിനൊക്കെ എടുത്ത് പുറത്തേക്ക് തള്ളിയിട്ട് പുതിയ വായു നമ്മൾ അകത്തേക്ക് എടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് ഒരു 4-5 പ്രാവശ്യമൊക്കെ ഇങ്ങനെ നമ്മളൊരു സ്ട്രെസ്ഫുൾ ഇവന്റിലൂടെ കടന്നു പോകും. ബ്രീത്തിങ് നിങ്ങൾക്ക് അറിയാം, പലതരത്തിൽ നിങ്ങൾക്ക് നിരന്തരം നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഒന്ന് ബ്രീത്തിങ് ആണ്. മറ്റൊന്ന്, ഈവൻ നമ്മളൊരു റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം ഒരു ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ ഇരുന്നിട്ട് ഒരു സിപ്പായിട്ട് കുടിച്ചു കഴിഞ്ഞാലും നമുക്ക് സ്ട്രെസ് കുറക്കാൻ പറ്റും. ഒരു പെട്ടെന്ന് ഉണ്ടാവുന്ന ചില ഷോക്കുകൾ എങ്ങനെ മാനേജ് ചെയ്യാന്നാ പറയുന്നത്. അതുപോലെ നമ്മൾ ഇരിക്കുന്ന പോസ്റ്റ് ഇരിക്കുകയാണെങ്കിൽ ഒന്ന് നടക്കുക, അല്ലെങ്കിൽ കിടക്കുകയാണെങ്കിൽ ഒന്ന് എണീറ്റിട്ട് ഒന്ന് നടക്കുക. ഇങ്ങനെ നമ്മളൊരു മൂവ്മെന്റ് നടത്തുന്നതിലൂടെയും നമ്മുടെ ശരീരത്തിലെ മൂവ്മെന്റ് നടത്തുന്നതിലൂടെയും നമുക്ക് സ്ട്രെസ് കുറക്കാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്ട്രെസ് വരുമ്പോൾ നമ്മളതിനെ അക്നോളജ് ചെയ്യുകയും അതിനെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയും നമുക്ക് പ്രയാസം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് സ്ട്രെസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംസാരിക്കുന്നില്ല, നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്ത് പ്രയാസം പറയുന്നത് ആദ്യം മനസ്സിലാക്കേണ്ട, നമുക്ക് സ്ട്രെസ് കുറക്കാൻ മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യം നമ്മൾ മനസ്സിനോട് ബോധ്യം നൽകേണ്ട ഒരു കാര്യം,
ഈ ലോകം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും എന്താണ്, അതിലൊരു നാച്ചർ ഉണ്ട് ലോകത്തിന്റെ. അത് നമ്മൾ മനസ്സിലാക്കുക. അത് ഇംപെർമനൻസി എന്ന് നമ്മൾ പറയും. ലോകത്തിൽ ഒരു കാര്യങ്ങളും സ്ഥിരമല്ല. സന്തോഷമാണ്, ദുഃഖമാണ് സ്ഥിരമാണ്. അത് നമ്പർ 1. അതേപോലെ തന്നെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കില്ല നമ്മളെ തേടിയെത്തുക. പ്രയാസങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും രാവും പകലും എന്നതുപോലെ സന്തോഷത്തിന് കൂടെ നമ്മളോട് കൂടെ ഉണ്ടാവും. അതിന് തരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ അതിനെയും അംഗീകരിക്കാനും അതിനെ നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അനുഭവങ്ങൾ ആണ് പലപ്പോഴും നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന അനുഭവങ്ങളാണ് നമുക്ക് പലപ്പോഴും തെളിച്ചു തരും. നമ്മളൊക്കെ വിചാരിക്കും നമ്മുടെ ജീവിതമാണ് ഏറ്റവും പ്രയാസത്തിൽ, പ്രതിസന്ധിയിൽ, സാമ്പത്തിക പ്രയാസം എന്നൊക്കെ. ഞാൻ നിരന്തരം ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്നതാണ്. അപ്പൊ നമ്മുടെ കണ്ണും കാതും നമ്മൾ തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ കാണാം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ സൈഫ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞപ്പോ ഞാനിങ്ങനെ എന്താ പറയാന്ന് ആലോചിച്ചപ്പോ ഞാനിങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യും. അപ്പം ആ സമയത്ത് ഒരു ട്രെയിനിൽ ഈ കുട്ടികളുടെ ടോയ്സ് ഒക്കെ കച്ചവടം നടത്തുന്ന ഒരു മനുഷ്യനുണ്ട്. അപ്പൊ അന്നേരം ആളൊന്ന് ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ ആള് എന്റെ സീറ്റിന്റെ അടുത്ത് വന്നിരുന്നപ്പോ ഞാനോട് ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ എങ്ങനെയുണ്ട് നിങ്ങളുടെ സെയിൽസ് ഒക്കെ എന്ന് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു, ആളുടെ ഇത് കിട്ടിയ ചില അനുഭവങ്ങൾ നമുക്കൊക്കെ ജീവിതത്തിൽ തെളിച്ചു നൽകുന്നത്. അപ്പൊ ആള് പറഞ്ഞു, ടോയ്സിന്റെ കച്ചവടം ഇപ്പൊ കുറച്ച് കുറവാ. അവൻ ഞാൻ എന്ത് ചെയ്തു എന്ന് പറയാം. അപ്പം ആള് പറഞ്ഞു, ആള് മെയിനായിട്ട് കുട്ടികൾക്കാണ്. അപ്പൊ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആള് പറഞ്ഞു, ഇവര് ആ ടോയ് അങ്ങ് കൊടുക്കുക ചെയ്യുക കുട്ടിക്ക്. പിന്നെ പൈസ സ്വാഭാവികമായിട്ട് കുട്ടികൾ അത് വിട്ടുകൊടുക്കില്ല, രക്ഷിതാക്കൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആള് പറഞ്ഞു, ഇപ്പൊ ഒരു പ്രയാസം ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ ടോയ് ആയിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോ ഉടനെ തന്നെ രക്ഷിതാക്കൾ ചെയ്യുന്നൊരു സാധനം ഉണ്ട്. മൊബൈൽ എടുത്തിട്ട് കുട്ടിക്ക് അങ്ങ് കൊടുക്കും. കുട്ടിക്ക് ആ മൊബൈൽ കിട്ടിയാൽ മതി, പിന്നെ ടോയ് ഒന്നും വേണ്ട. ഏത് തരത്തിലുള്ള കളികളും അതിൽ ലഭ്യമാണ്. അപ്പൊ അതൊരു പ്രയാസം സൃഷ്ടിച്ചപ്പം ആള് പറയണം, ഞാൻ എന്ത് ചെയ്തു, ഇപ്പം ഇയർഫോണും കൂടെ വിൽക്കാൻ തുടങ്ങി. ആളെ കയ്യിൽ കുറെ 50 രൂപയുടെയും 100 രൂപയുടെ ഒക്കെ ഇയർഫോണുകളുണ്ട്. ട്രെയിനിലാണ് ഈ പറയുന്നത്. അപ്പൊ ആള് ഇയർഫോണും കൂടെ വിൽക്കാൻ തുടങ്ങിയപ്പോൾ ആള് പറഞ്ഞു, അതിന്റെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനിപ്പോ കാരണം ദീർഘയാത്രയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ട്രെയിനിൽ ഇങ്ങനെ ഒറ്റക്കൊക്കെ പോകുമ്പോൾ ഒന്ന് പാട്ട് കേൾക്കണമെങ്കിലോ അതിനൊക്കെ, അല്ലെങ്കിൽ ഒന്ന് ഒഴിഞ്ഞിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ആളുകൾ അപ്പൊ ഇയർഫോൺ വാങ്ങാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ആള് അതിനെ മേക്കപ്പ് ചെയ്ത് മുന്നോട്ട് പോയ രീതിയാണ്. അപ്പൊ നമ്മളൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ ജീവിത ഉപാധികളിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നു. മറ്റൊരു സാധനം ഞാൻ അയാളായിട്ട് സംസാരിച്ചപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം, അയാൾ ഇതെല്ലാം കൂടെ ഒരു കവറിലാണ് ഇട്ടേക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പ്ലാസ്റ്റിക് കവറുണ്ട്. അയാളുടെ വിൽക്കുന്ന ഈ ഇയർഫോണുകളും അതുപോലെ തന്നെ കുട്ടികളുടെ ചെറിയ ചെറിയ കളിക്കോപ്പുകൾ, ഇതെല്ലാം ഒരു കുറെ അധികം പ്ലാസ്റ്റിക് കവറുകളിലാണ് ഇട്ടേക്കുന്നത്. അപ്പൊ അതിലൊരു കൗതുകം തോന്നിയപ്പോ ഞാൻ ആളോട് ചോദിച്ചു, ഇതെന്താ ഇത് എത്ര കവറുണ്ട് ചോദിച്ചു. അപ്പൊ അയാൾ ഒറ്റയ്ക്ക് പറഞ്ഞത് 7 കവറുണ്ട്. 7 കവറോ? അപ്പൊ എന്തിനാ അങ്ങനെ ഇട്ടേക്കുന്നത്? അപ്പൊ ആള് പറയുന്ന ഒരു മറുപടി, ആള് പറഞ്ഞു, ഞാന് ആദ്യം ഇത് ഒരു കവറിലിട്ടേക്കും. അപ്പൊ ഈ ട്രെയിനിലേക്ക് ഓടിക്കയറുമ്പോ ചിലപ്പോൾ എവിടെയെങ്കിലും ഒക്കെ കൊളുത്തിയിട്ട് ഈ കവറിൽ ദ്വാരം വന്നിട്ട് അല്ലെങ്കിൽ ഓട്ട വന്നിട്ട് സാധനങ്ങളൊക്കെ പലപ്പോഴും പുറത്തേക്ക് പോവുകയും അങ്ങനെ കുറെ നഷ്ടങ്ങൾ ഉണ്ടാകും. അങ്ങനെ ആള് ചിലപ്പം കുറെ വേറെ തരത്തിലുള്ള സഞ്ചികൾ ഉപയോഗിച്ചു. പക്ഷെ അതിനേക്കാളേറെ ഇപ്പൊ എനിക്ക് തോന്നിയത്, ഞാനൊരു ഇപ്പൊ ആള് അറ്റ് പ്രസന്റ് അന്ന് കണ്ട സമയത്ത് 7 കവറാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആള് പറഞ്ഞു, ഒരു പക്ഷെ ചിലപ്പോൾ ഇതിന്റെ പുറമേയുള്ള കവർ എവിടെയെങ്കിലൊക്കെ ഒന്ന് തട്ടുകയോ മുട്ടുകയൊക്കെ ചെയ്തിട്ട് ചെറിയ കീറുകയാണെങ്കിൽ ആൾ ആ കവർ ഉള്ളിലേക്ക് ഇടും. അപ്പൊ പുറത്ത് എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള വൈറ്റ് കവറുകളാണ്, ഫ്രഷ് ആയിട്ടുള്ള കവർ, ഇങ്ങനെ ഡാമേജ് വരുന്ന കവർ ഉള്ളിലേക്ക് ഇട്ട് ഇങ്ങനെ പോകും. അങ്ങനെ പറ്റ മോശമാകുമ്പോൾ അതങ്ങ് ഒഴിവാക്കും. ഞാൻ പറഞ്ഞു വന്നത്, ആളുടെ ഒരു മെക്കാനിസം, ആള് ഒരു ട്രെയിനിൽ ഒരു ചെറിയ കച്ചവടം നടത്തുന്ന ആളെ, പക്ഷെ ആളെ സംബന്ധിച്ചിടത്തോളം എന്താ ഇപ്പം വലിയ വലിയ ശമ്പളം വാങ്ങുന്ന വലിയ വലിയ ജോലിയിൽ എടുക്കുന്ന ആളുകളാണെങ്കിലും അവരും ചെയ്യുന്നത് എന്താണ്, അതേ ഹാപ്പിനെസ്സും അവരുടെ കുടുംബത്തിനെ പോറ്റാനുള്ള ഒരു ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ആളുടെ ആ ജീവിത ഉപാധിയിൽ ആള് വരുത്തുന്ന മാറ്റങ്ങളും അപ്ഡേഷനുകളും ഞാനിങ്ങനെ ചിന്തിച്ചത്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ നമ്മുടെ കണ്ണും കാതും നമ്മൾ തുറന്നു വെക്കുക. ഇത്തരം അനുഭവങ്ങളിലൂടെ വ്യക്തികളിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പൊ അത് ഈ സമയത്ത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം.
അപ്പൊ ഈ നമ്മുടെ സ്ട്രെസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ എപ്പോഴും പല സ്റ്റീഫൻ ആർ കോവിയുടെ ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഹാബിറ്റ് ആണ് പ്രോആക്റ്റീവ് എന്ന് പറയുന്നത്. മൈക്ക് മ്യൂട്ട് ആയിട്ടുണ്ട്. അപ്പൊ സാർ ഒരു മിനിറ്റ്. ഹലോ, നമുക്ക് 6:30 വരെയാണ് ഈ ഒരു കമ്മ്യൂണിറ്റി ടൈം ഉള്ളത്. സാർ ഒന്ന് പെട്ടെന്ന് ഷെയർ ചെയ്യണമെങ്കിൽ ബെറ്ററായിരിക്കും. സാറിന്റെ സൗണ്ട് ക്ലിയർ ആവുന്നില്ല. ബ്രേക്ക് ആവുന്നുണ്ട് സാർ. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ ആണ്. അവസാനിപ്പിക്കുകയാണ്. ഓഡിബിൾ അല്ലേ? യെസ് സർ. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ നമ്മള് ഇപ്പൊ നിങ്ങളുടെ ഈ ബി മാജിക് കമ്മ്യൂണിറ്റിയിൽ മറ്റൊരു സുപ്രഭാതത്തിൽ നിങ്ങളോടൊപ്പം ചേരാനും കുറച്ച് സമയം ചില ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട്, കുറച്ച് സമയം നിങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്യാനും എന്തെങ്കിലും ഒരു ചിന്തയെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ട് തരാനും സാധിച്ചു എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇത്തരത്തിലൊരു അവസരം തന്ന സൈഫുനും എന്നെ ശ്രവിച്ച ബി മാജിക് കമ്മ്യൂണിറ്റിയിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു, അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഓൾ. ഓക്കെ, ബൈ ബൈ. താങ്ക് യു സർ. താങ്ക് യു ഓൾ. താങ്ക് യു ഫിറോസ് സർ. താങ്ക് യു സോ മച്ച്. അപ്പം നമുക്ക് ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. സോ ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ, എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്നാവാം. 1 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഇന്നത്തെ ഈ ഒരു സെഷന്റെ ഫീഡ്ബാക്ക് പറയാനുള്ള സമയമാണ്. പ്രീത മാം പറഞ്ഞോളൂ. താങ്ക് യു സാർ. ഇതുപോലുള്ള ക്ലാസ്സുകൾ ഇനിയും ഞങ്ങൾക്ക് എടുത്തു തരണം. സൈഫി സാറിനോടും കൂടിയും ഒരു റിക്വസ്റ്റ് ആണ്. ഇത് ഇത്രയും സമയം കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലാന്ന് അറിയാം, എന്നാലും നമ്മുടെ സമയപരിമിതി കൊണ്ട് ഇങ്ങനെ ആയി. എന്തായാലും സാർ ഇനിയും ഞങ്ങൾക്ക് ഇതുപോലുള്ള ക്ലാസ് എടുത്തതെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു പ്രീത മാം. അപ്പോൾ ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? ഒന്നെങ്കിൽ പെട്ടെന്ന് പറയാവുന്നതാണ്, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാവുന്നതാണ്. ഷാമിനി മാം. മാജിക് മോർണിംഗ് സാറ് നല്ല രീതിയിലാണ് ക്ലാസ് തന്നത്. സ്ട്രെസ് എങ്ങനെ ഉണ്ടാകുന്നത്, അതായത് സ്ട്രെസ് വരുമ്പോൾ നമ്മുടെ ശരീരം കാണിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അപ്പൊ അതിന് നമ്മൾ പ്രാക്ടിക്കലി എന്തെല്ലാം ചെയ്യാം എന്നൊക്കെ പറഞ്ഞു തന്നു. അതൊക്കെ ചെറിയ ചെറിയ ടിപ്സുകളാണെങ്കിലും യൂസ്ഫുൾ ആണ്. പിന്നെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ തൊഴിലിലാണെങ്കിലും നമ്മുടെ കാര്യങ്ങളിൽ അപ്ഡേഷൻ ചെയ്യുന്ന കാര്യം ഞങ്ങൾ ആ ട്രെയിൻ യാത്രയുടെ കാര്യത്തിലൂടെ പറഞ്ഞു തന്നു. ടൈമിന്റെ കുറവ് കൊണ്ടാണ്, പക്ഷെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു ഷാമിനി മാം. മണി സർ. മാജിക് മോർണിംഗ് ഫിറോസ് സാർ, നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. നല്ല ഉപകാരപ്പെട്ട കാര്യങ്ങളായിരുന്നു. സ്ട്രെസ് വരുന്ന സമയത്ത് നമ്മളെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന ആ വ്യതിയാനങ്ങൾ വളരെ കൃത്യമായി പറയുകയും അതിൽ നിന്ന് എങ്ങനെ മോചനം കിട്ടണം അല്ലെങ്കിൽ റിലീസ് ആവണം എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മൈൻഡ്ഫുൾനെസ് ആകുക, അതുപോലെ തന്നെ നമ്മൾ നത്തിങ് ഈസ് ഇംപെർമനന്റ് എന്നുള്ള ആ ഒരു വാക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ കാര്യമായ എല്ലാ സംഗതികളും എങ്ങനെ റിലീസ് ആകണം, നമ്മൾ നടക്കേണ്ട കാര്യവും പ്രത്യേകിച്ച് ആ വീഡിയോ ക്ലിപ്പ് വളരെ ഉപകാരപ്രദമായിട്ടുണ്ടാവും. വല്ലപ്പോഴും സ്ട്രെസ് വരുന്ന സമയത്ത് അത് നമുക്ക് പ്രയോഗിച്ച് നോക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച് സാർ. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു മണി സർ. ദിവ്യ മാം. ഹലോ. സർ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. സ്ട്രെസ്ഫുൾ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു സമയപരിധിക്കുള്ളിൽ
ഒരിക്കലും തീരില്ല എന്നറിയാം. പക്ഷെ നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ എന്താ പറയാ, അത് എക്സസൈസ് കാണിച്ചു തന്നതും പിന്നെ അതിലേക്ക് എത്തുന്ന ഓരോ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്ട്രെസ്സിനെ എങ്ങനെ റിലീസ് ചെയ്യണമെന്ന് മാക്സിമം നമുക്ക് അങ്ങനെ ഏത് രീതിയിൽ സമാധാനപരമായിട്ട് ജീവിക്കാൻ കഴിയുന്നു എന്നതും പറഞ്ഞു തന്നു. പക്ഷെ ഇനി ഒരു ക്ലാസ്സും കൂടി വേണമെന്നാണ് അഭിപ്രായം. കാരണം അത് ഒരു ക്ലാസ് കൊണ്ട് തീരുന്നതല്ല എന്ന് തോന്നുന്നു. താങ്ക് യു സോ മച്ച് സർ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. Okay, thank you, Divya ma'am. Safe sir. ഫിറോസ് സാർ, ഗുഡ് മോർണിംഗ്. താങ്ക് യു. നല്ലൊരു സെഷൻ തന്നായിരുന്നു. അതേപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു അവസരത്തിൽ കുറച്ചും കൂടെ സംസാരിക്കാനുണ്ടാവും. ഞാൻ എന്തായാലും അറിയിക്കാം. എന്തായാലും ആ ഒരു വീഡിയോന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് തരാം. ഞാനിവിടെ ഷെയർ ചെയ്യാം. വളരെ നല്ല രീതിയിൽ, കാരണം എല്ലാവർക്കും സ്ട്രെസ് ഇത് ബാക്കിയുള്ള ക്ലാസ്സുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇത് നമ്മൾ സ്ട്രെസ് അനുഭവിക്കുമ്പോഴാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ്. നമ്മൾ തിയറിക്ക് അപ്പുറത്തേക്ക് ഈ ഒരു കാര്യം നമ്മുടെ മെമ്മറിയിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക. സ്ട്രെസ് വരുന്ന സമയത്ത് ബ്രീത്തിങ് ചെയ്യാനും ആ എക്സസൈസ് എടുക്കാനും അതേപോലെ തന്നെ ഇതൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇല്ലാന്നൊക്കെ തിരിച്ചറിവ് ആ സമയത്തേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി വരാൻ പോകുന്ന ഒരു സമയത്ത് ഒരു സംഭവത്തിന് നമ്മൾ എന്ത് ചെയ്യുക ചെയ്യാനും വേണ്ടി റെഡി ആവുന്നു. ഇനിവേ ഫിറോസ് സാർ, താങ്ക് യു. താങ്ക് യു. Okay, thank you, Safe sir. അപ്പൊ നമുക്ക് ഇനി വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്ത ഫിറോസ് അലി സാറിനും അതുപോലെ തന്നെ ഇതില് പങ്കെടുത്ത എല്ലാ PMagic മെമ്പേഴ്സിനും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. താങ്ക് യു. Thank you so much. താങ്ക് യു സർ. താങ്ക് യു ഓൾ.